സുഹൃത്തുക്കളെ, അപ്പോൾ 2 ജില്ലകളിലേക്ക് കൂടെയുള്ള LGS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മാർക്ക് വന്നത് ഏകദേശം കണ്ണൂർ 59 മാർക്കുള്ള OC അതുപോലെ തന്നെ 60, 61 റേഞ്ചുള്ള OC മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് 68 അതുപോലെ തന്നെ 67.33 മാർക്കുള്ള OC മെസ്സേജ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. 67.33 മാർക്കുള്ളവർക്കും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ റേഞ്ചിൽ തന്നെയാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മൾ അന്ന് പറഞ്ഞത് എറണാകുളത്തിന് 66നും അതുപോലെ തന്നെ 69ൻ്റെ ഇടയിലുള്ളൊരു മാർക്ക് റേഞ്ച് ആയിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ കണ്ണൂരും ഈ പറഞ്ഞ ഒരു റേഞ്ച് തന്നെയായിരുന്നു പറഞ്ഞത്. അതായത് ഇപ്പം വന്ന റേഞ്ച് ഏകദേശം 62, 63 കൂടിപ്പോയാൽ ഒരു 65 വരെ പോകാമെന്നാണ് അന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് വന്നത്. ആ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്കാണല്ലോ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത്. എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഓപ്പൺ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് റേഞ്ചാണ്. ഇതിലും താഴെയുള്ള സംവരണ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക്, ഇതിലും താഴെയുള്ള മാർക്കുള്ള ആളുകൾക്കും മെസ്സേജ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അവർ ചിലപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉൾപ്പെടാൻ സാധ്യതയുള്ളത്. ഈ OCയുടെ ലാസ്റ്റ് മാർക്കായിരിക്കും നമ്മളെ ഒരു കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു മാർക്ക് റേഞ്ചിൽ തന്നെ വന്നതിൽ ഏകദേശം നല്ല രീതിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ജില്ലകളൊക്കെ നമ്മൾ പറഞ്ഞ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ വരട്ടെ എന്നാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് മെസ്സേജ് വന്ന എല്ലാവരും തന്നെ നല്ല രീതിക്ക് അത് അപ്ലോഡ് ചെയ്യുക. അതുമാത്രമല്ല സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലാതെ തെളിയിക്കുന്ന, അതുകൂടെ നിങ്ങൾ ശ്രദ്ധയോടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിൽ ഒരു തെറ്റും വരുത്താത്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു അവസരം കിട്ടിയതാണ്, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. എല്ലാവരും തന്നെ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിൽ അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ 4th സ്റ്റേജിൽ ഇനിയിപ്പോൾ കോഴിക്കോടിൻ്റെയും എറണാകുളത്തിൻ്റെ ഇന്ന് വന്ന് കോഴിക്കോടിൻ്റെയും ആലപ്പുഴയുടെയും കൂടെയാണ് വരാനുള്ളത്. അതുപോലെ തന്നെ ബാക്കി തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തൃശ്ശൂർ, പാലക്കാട് പോലത്തെ ജില്ലകളൊക്കെ തന്നെ ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ചിൽ തന്നെ വരുമെന്നാണ് നമ്മളെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ആൾക്കാരുടെ മാർക്ക്, കാറ്റഗറി, അതുപോലെ തന്നെ ജില്ല വീഡിയോ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനാണ്. മാർക്ക്, നിങ്ങളെ ജില്ല, അതുപോലെ തന്നെ നിങ്ങളെ കാറ്റഗറി ഏതാണെന്നുള്ളത് കറക്റ്റ് ഈ വീഡിയോയുടെ താഴെ എഴുതി വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടും, എത്ര മാർക്കാണെന്ന് കറക്റ്റുള്ളൊരു വിവരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.